കേരളത്തിലെ ആദ്യത്തെ ബി.ജെ.പി. മേയറായി വി രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100-അംഗ കൗൺസിലിൽ 51 വോട്ട് നേടിയാണ് രാജേഷിന്റെ വിജയം. ഡെപ്യൂട്ടി മേയറായി GS ആശാനാഥിനെയും തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ ആർ ശ്രീലേഖ ഇറങ്ങിപ്പോയി. മേയർ തെരഞ്ഞെടുപ്പിൽ തർക്കമില്ലെന്നും വിവാദമുണ്ടാക്കുന്നത് മാധ്യമങ്ങളാണെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് ചരിത്ര നിമിഷം. കേരളത്തിൽ ബി.ജെ.പിക്ക് ലഭിച്ച ആദ്യ മേയർ പദവിയിൽ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വി രാജേഷ് അധികാരമേറ്റു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് വി രാജേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 50 വോട്ട് നേടിയാണ് വി രാജേഷ് വിജയിച്ചത്. കണ്ണമൂലയിൽ നിന്നുള്ള സ്വതന്ത്രൻ രാധാകൃഷ്ണൻ ബി.ജെ.പിക്ക് വോട്ട് ചെയ്തു. പൗണ്ടുകടവ് ഡിവിഷനിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് വിമതൻ സുധീഷ് കുമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. LDF സ്ഥാനാർത്ഥി RP ശിവജിക്ക് 29 വോട്ടും UDF സ്ഥാനാർത്ഥി KS ശബരിനാഥന് 17 വോട്ടും ലഭിച്ചു. UDFന്റെ 2 വോട്ടുകൾ അസാധുവായി. 51 അംഗങ്ങളുടെ പിന്തുണയോടെ GS ആശനാഥ് ഡെപ്യൂട്ടി മേയറായും ചുമതലയേറ്റു. വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ 50 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് മേയറുടെ ആദ്യ പ്രഖ്യാപനം. 101 കൗൺസിലർമാരോടും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അവരവരുടെ വാർഡുകളിലും കോർപ്പറേഷൻ മുഴുവനായും നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവരിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കണമെന്നുള്ള ഉപദേശം നൽകിയാണ് രാജീവ് ചന്ദ്രശേഖർജി ഞങ്ങളെ അയച്ചത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനിടെ കൗൺസിൽ ഹാളിൽ നിന്ന് ആർ ശ്രീലേഖ തിരികെ പോയി. സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയെന്നാണ് വിശദീകരണം. മേയറെ തിരഞ്ഞെടുത്തതിൽ തർക്കമില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഞങ്ങളുടെ പാർട്ടിയിൽ എത്രയോ പേരുണ്ട്, ക്വാളിഫൈഡും പ്രവർത്തിക്കാൻ കഴിവുള്ള എത്രയോ ലീഡേഴ്സ് ഉണ്ട്. എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷേ ഈ പ്രോസസ്സിൽ നമുക്കറിയാലോ, ഒരു കോർപ്പറേഷനിൽ ഒരു മേയർ മാത്രമല്ലല്ലോ. അതേസമയം കൗൺസിൽ അംഗങ്ങൾ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് CPIM അറിയിച്ചു. ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കെ ഉണ്ടായ അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മുൻ കൗൺസിലർ ശ്രീകുമാർ മേയർക്ക് പരാതി നൽകി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.